നിങ്ങൾക്ക് ഞാൻ ആരാന്ന് അറിയില്ലായിരിക്കും. പണ്ട് ഞാൻ UK ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ എന്തോ ഒരു കുഴപ്പം ഞാൻ ഉണ്ടാക്കിയത് കാരണം എന്നെ സ്ഥലം മാറ്റി വേറെ സ്ഥലത്തേക്ക് വിട്ടേക്കുക. പിന്നെ ഈ സ്ഥലത്ത് വന്നിട്ടുള്ള ആരും ഇതുവരെ തിരിച്ചു പോയിട്ടില്ലെന്ന് പറയുന്നത്. കാരണം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എയർപോർട്ടിൽ നോക്കിയപ്പോൾ ഞാൻ മാത്രം ഒരാളായിട്ട് എന്തൊക്കെയോ വശവശമുണ്ട് ഇവിടെ. സാറിൻ്റെ പേര് ഐഗർ എന്നല്ലേ? അതേടോ, തന്നെ മാത്യു അല്ലേ വിട്ടെ? ഞാൻ മാത്യുവിൻ്റെ ഫ്രണ്ടാണ്. കുറേ നാളിന് ശേഷം അവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. അതെ സാർ, മാത്യു എന്ന് പറയുന്ന ആളാണ് എന്നെ വിട്ടത്. ഞാൻ മാത്യുവിൻ്റെ ഡ്രൈവറാണ്. സാറിനെ കൊണ്ടുപോകാൻ പറഞ്ഞു വന്നതാണ്. എന്നാൽ പോവാം. സാറ് ഈ നാട്ടിൽ പുതിയതാണല്ലേ? അതെ, ഞാൻ ഈ നാട്ടിൽ പുതിയതാണ്. മാത്യുവിൻ്റെ കെയർ ഓഫിൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ കുറേ കെട്ടുകഥകളൊക്കെ ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, അതുണ്ട്, ഒരു ജോക്കറിനൊക്കെ കാണാറുണ്ട്. അതൊക്കെ ശരിയാണോ? സാറ്, നമ്മൾ പറയുന്നെല്ലാം തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. അവിടെ പലപ്പോഴായിട്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് ഏതോ രൂപം കണ്ടുകൊണ്ട് ഒരു ജോക്കറാണെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും ഏതൊക്കെ ഒരു രൂപങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് ഇടയ്ക്കൊക്കെ. ഇവിടെ പല വട്ടമായിട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്താറ് ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. പൂച്ച സൂക്ഷിച്ച് വണ്ടി ഓടിക്കണ്ടേ? ഇതിപ്പോൾ വണ്ടി പോയി അവിടെ ഇടിച്ച്. സാറേ, ഒരു അബദ്ധം പറ്റിയത് സാറേ. അത് പൂച്ച കുറുകെ ചാടി ഞാൻ കണ്ടില്ല. ഞാൻ ഈ വണ്ടി ശരിയാക്കാൻ പറ്റുമെന്ന് ശരിയാക്ക്. ഞാൻ ഇവിടെ എന്തെങ്കിലും ലിഫ്റ്റ് നോക്കാം. സാറ് പോയി ലിഫ്റ്റ് നോക്ക്. ഞാൻ ഈ വണ്ടി എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. പെട്ടെന്ന് ശരിയാക്കാൻ. എനിക്ക് നാളെ ജോലിക്ക് കയറോളെ. ഇവിടെ ഏത് റോട്ടിൽ നിന്ന് വണ്ടി കിട്ടാനാ? അവിടെ കൂടെ റോഡ് പോകണ്ട. റോഡിൽ പോയി നോക്കാം, അവിടെ നിന്നെങ്കിലും വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്നൊരു വണ്ടി വന്നിട്ടുണ്ട്. ഹെൽപ്പ്, അതൊന്ന് വണ്ടി നിർത്തുമോ? അവർ വണ്ടി നിർത്തി. ചേട്ടാ, ഒരു ലിഫ്റ്റ് തരുമോ? ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ മതി, ആയാലും മതി. വന്നോ ചേട്ടാ. എൻ്റെ കൂടെ വേറൊരാളുണ്ട്, അയാളെയും കൂടെ വിളിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരാം. അയാളവിടെ പോയി? ഇവിടെ കാണാനില്ലല്ലോ. ഇയാളെ എങ്ങോട്ടെങ്കിലും പോയി എന്നെ പെടുത്തിയതൊന്ന് തോന്നണേ. ഇവിടെ എത്തിയപ്പോൾ നിന്ന് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിക്കുന്നേ. ഇവിടെ എന്തുണ്ട്? ആരാ അത്? അതാരാ? അതിലേക്ക് വന്നോ? നീയാണോ? നീ എന്നാ ഡ്രൈവറല്ലേ നീ? ഇതാ ജോക്കറല്ലേ? അല്ലോ, നിനക്കെന്നെ മനസ്സിലായോ? നീ എൻ്റെ സ്വപ്നത്തിൽ മുന്നേ ആ ജോക്കറല്ലേ? നീ എന്നെ അത്ര പെട്ടെന്ന് മറക്കുവോ? നമ്മൾക്ക് അത്രയ്ക്കും വലിയ ബന്ധമില്ലേ? നീ എന്താ പിന്നെ ചെയ്യാൻ പോണേ? മരണം. ഇവിടെ ഇതെന്താ ഞാനും ഇവിടെ നിൽക്കുന്നേ? എനിക്കെന്താ പറ്റിയേ? അവളാണോ മിസ്റ്റർ ഐഗർ? ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നേ. തനിക്കെന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ. തന്നെ മുഖം, തന്നെ ഡ്രസ്സിനൊക്കെ ഭയങ്കര മാറ്റമുണ്ടല്ലോ. എന്താണ് സാറേ പറയുന്നേ? സാറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാർ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സാറിനെങ്ങനെ എന്നെ മനസ്സിലാവാനാ? ഈ സ്ഥലത്തിന് ഇപ്പോൾ വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവൻ
ഞാൻ തിരിച്ച് ഈ ലൂപ്പിൽ പെട്ടുപോയി. ഇതൊരു ലൂപ്പായി മാറിയെന്ന് എൻ്റെ വിശ്വാസം. വണ്ടിയും കൊണ്ട് വാ. സാറേ നമുക്ക് പോവാം. ആ വണ്ടി എടുക്കുക. എടോ വണ്ടി എടുത്ത് തരികാര്യം ചെയ്യാൻ ലെഫ്റ്റിലേക്ക് വണ്ടി എടുക്കുക. ഈ വഴി പോകണ്ട. വഴി പോയാൽ പെട്ടെന്ന് വീട്ടിൽ എത്തും. എടോ അതുവരെ കാട് വഴിയല്ലേ. താൻ ഈ സിറ്റി വഴി പോകും. എനിക്ക് സിറ്റിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കോണ്ട്. ഇവിടെ ആദ്യമല്ലോ തന്നെ പിന്നെ വഴിയൊക്കെ സാറിന് അറിയാമല്ലോ. ഒന്നും താൻ അറിയണ്ട. താൻ എവിടെയെങ്കിലും കടയിൽ വണ്ടി ചേർത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കോണ്ട്. സാറേ ഇവിടുന്ന് വാങ്ങിച്ചോ. പിന്നെ അപ്പുറത്തുനിന്ന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ശരി കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചോളാം. താനിവിടെ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള വാങ്ങിക്കണം. ഇവിടെ എന്തെങ്കിലും നിഗൂഢത നടക്കുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചേക്കാം. മാർട്ടിന് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുടിക്കും, അങ്ങനെ കഴിക്കണം. എന്തെങ്കിലും വെള്ളം വാങ്ങിക്കട്ടെ. താനൊന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ അപ്പുറത്തുനിന്ന് കൂടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ആ സ്വപ്നത്തിൽ കേട്ട ശബ്ദമല്ലേ ഇതെവിടുന്ന് തന്നെ ഈ ശബ്ദം? എന്താ ഈ എയർപോർട്ടിന് പുറകെ? അതവനല്ലേ? ഇവൻ എന്നെ വിളിക്കാൻ പറ്റുന്നവനല്ലേ അവൻ? അവനെന്താ ഇവിടെ? എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ കരികിൽ കൊല്ലാം. എൻ്റെ ബാഗിൽ കോടാനുണ്ട് തോന്നറേ. എൻ്റെ ബാഗില്ലാണ്ട് പോയല്ലോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? പതിയെ അവൻ അറിയാണ്ട് പോവാം. ഈ ലോഡ്ജിന് അവിടെയെങ്കിലും വെച്ച് കോടാനും എല്ലാം കിട്ടും. തിരഞ്ഞു നോക്കാം, എവിടെയെങ്കിലും കിട്ടാൻ ചാൻസുണ്ട്. എനിക്കൊരു ഷോക്ക് ഗൺ കിട്ടിയിട്ടുണ്ട്. ഇത് വച്ചെങ്കിലും എങ്ങനെയെങ്കിലും അവൻ അടിച്ചിട്ടിട്ട് നമുക്ക് അവൻ്റെ സ്ഥലത്തിയുടെ ഡ്രൈവറായിട്ടേക്കാം. എന്നാടാ കാര്യങ്ങളൊക്കെ ഒന്ന് ദേഷ്യം പോലെ നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഹൈഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ എനിക്ക് ഈ വഴിയായിരിക്കും എൻ്റെ. വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നുണ്ടെന്ന് തോന്നട്ടെ. ഇതാരാ? ഇത് ഞാനല്ല. നീയാണല്ലേ അപ്പം ഡ്രൈവർ? നമുക്ക് പോകണ്ടേ? ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല.